ഒരു വർഷത്തിലധികം നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് SHO പ്രതാപ് ചന്ദ്രൻ ഷൈമോളെ മർദ്ദിക്കുന്ന വീഡിയോ ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ പ്രതാപ് ചന്ദ്രനെതിരെ നടപടികളും എടുത്തിരിക്കുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ. ഇപ്പോൾ രണ്ടുപേരും ഷൈമോളും ഭർത്താവും നമ്മൾക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടികളിൽ തൃപ്തരാണ്? ഇപ്പം സസ്പെൻഡ് ചെയ്തെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇനി ബാക്കിയുള്ളത് നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. അന്ന് അവിടെ വലിയ രീതിയിലുള്ളൊരു മർദ്ദനം, വലിയ മാനസിക സംഘർഷങ്ങളിലൂടെയൊക്കെ ആയിരിക്കും ആ ഒരു ദിവസം പോയിട്ടുണ്ടാവുക. എങ്ങനെയായിരുന്നു? നല്ലൊരു മാനസികാവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോയത്. ഏകദേശം ഒരു വർഷത്തിന് മേലെയായി നമ്മളിതിൻ്റെ പിന്നാലെ നടന്ന്. നമുക്കിപ്പോഴാണ് ഇതിൻ്റെ ഒരു തെളിവ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. ഇനിയും ബാക്കി മുന്നോട്ട് പോകും, നിയമപരമായിട്ട് പോകും. അന്ന് ഷൈമോള് ഗർഭിണിയായിരുന്നു. അക്കാര്യം അന്ന് പോലീസുകാർക്ക് അറിയാമായിരുന്നു? എങ്ങനെയാണ്? അറിയാമായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്, ഹോസ്പിറ്റലിൽ പോകാൻ ചെക്കപ്പിന് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുക എന്നൊക്കെ പറഞ്ഞതാണ്. പൊടിക്കുഞ്ഞുങ്ങളുമായിട്ടാണ് സ്റ്റേഷനിൽ ചെന്നത്. എനിക്ക് ഒരു മാനസിക പരിഗണന അവിടെ നിന്ന് കിട്ടാതെ എന്നെ നല്ലപോലെ ഉപദ്രവിക്കുകയാണ് ഉണ്ടായത്. ഉപദ്രവിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് എന്തായിരുന്നു അവിടെ? ഉപദ്രവിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. എനിക്ക് വയ്യാണ്ടായി ഹോസ്പിറ്റലിൽ പോയി. തിരിച്ചു വരുമ്പോഴാണ് എനിക്കെതിരെ ഇവരിങ്ങനെ കള്ളക്കേസുകളെല്ലാം ഇട്ട് വെച്ചത്. ഞാൻ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞെന്നും സ്റ്റേഷനെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ തൊട്ടുള്ള തിരിച്ചു വരുന്നത് വരെയുള്ള CCTV ഫുട്ടേജ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഈ ഒരു വർഷത്തിന് മുകളിലാണ് ഒരു വലിയ നിയമ പോരാട്ടം ഹൈക്കോടതിയിലൊക്കെ പോകുന്നൊരിത്. ആ സമയത്തൊക്കെ പോലീസ് ഏത് രീതിയിലാണ് കോടതിയിൽ അടക്കം ഇതിനെ പ്രതിരോധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഇത് ഈ അന്നാ പ്രശ്നം നടന്നതിന് ശേഷം നമ്മളെ നെഗോഷ്യബിൾ ചെയ്യാൻ നോക്കി, നമ്മളെ ഭീഷണിപ്പെടുത്തി നോക്കി. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇവർ പേരിൽ FIR ഇട്ടത്. അതായത് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ നമ്മളെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടാണ് നിൽക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വേറെ ഒന്നും ഇല്ല അനുഭവിക്കാനായിട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇനി കോടതി വഴിക്ക് തന്നെ, എല്ലാ കാര്യങ്ങളും കോടതി വഴിക്ക് നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു.